പ്രിൻറ്റിൻ്റെ പ്രവർത്തന തത്വവും ഓഫ്സെറ്റ് പ്രസ്സിൻ്റെ 4 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ഓഫ്സെറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇങ്ക് ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് ഈച്ച് അതർ. ഇനി നമുക്ക് ഓഫ്സെറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒരു പ്ലാനോഗ്രാഫിക് പ്രിൻറ്റിംഗ് പ്രോസസ്സാണ്. ഇതിൽ പ്ലേറ്റിൽ ഇമേജ് ഏരിയയും നോൺ ഇമേജ് ഏരിയയും ഒരേ പ്രതലത്തിലാണ് കാണപ്പെടുന്നത്. എണ്ണയും ജലവും തമ്മിൽ കൂടിക്കലരുകയില്ല എന്ന പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയാണ് ഓഫ്സെറ്റ് പ്രവർത്തിക്കുന്നത്. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒരു പ്ലാനോഗ്രാഫിക് പ്രിൻറ്റിംഗ് പ്രോസസ്സാണ്. അതിൽ നോൺ ഇമേജ് ഏരിയയും ഇമേജ് ഏരിയയും ഒരേ പ്ലെയിൻ തന്നെ കാണപ്പെടുന്നു. എണ്ണയും വെള്ളവും തമ്മിൽ കൂടിക്കലരുകയില്ല എന്ന പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയാണ് ഓഫ്സെറ്റ് പ്രവർത്തിക്കുന്നത്. 1798 അലോയ്സ് എൻഫീൽഡറാണ് ഓഫ്സെറ്റ് പ്രസ് കണ്ടുപിടിക്കുന്നത്. തുടർന്ന് 1903 ഇറ വാഷിംഗ്ടൺ റോബൽ ഓഫ്സെറ്റ് പ്രസ് ഡിസൈൻ കണ്ടുപിടിച്ചു. ഇതിൽ 3 സിലിണ്ടറുകളാണ് ഉള്ളത്. പ്രസ് ഡിസൈനിൽ റോബൽ അവതരിപ്പിച്ച പ്രസ് ഡിസൈനിൽ ഇങ്ക്ഡ് പ്ലേറ്റ് ഇമേജിനെ റബ്ബർ കവേർഡ് സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ ബ്ലാങ്ക് സിലിണ്ടർ ട്രാൻസ്ഫർ ചെയ്യുകയും ആ ഇമേജിനെ തുടർന്ന് പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് ഹൈഡ്രോഫിലിക് ആൻഡ് ഓലിയോഫിലിക് എന്താണെന്ന് നോക്കാം. പ്രിൻറ്റിംഗ് പ്ലേറ്റിലെ ഇമേജ് ഏരിയ ഓലിയോഫിലിക് എന്നാണ് അറിയപ്പെടുന്നത്. പ്രിൻറ്റിംഗ് ഇങ്കിന് ഓലിയോഫിലിക് സ്വഭാവമുള്ളതിനാൽ മഷി പ്ലേറ്റിൻ്റെ ഇമേജ് ഏരിയയിലേക്ക് വരുന്നു. ഓലിയോഫിലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഓയിൽ അട്രാക്റ്റിംഗ് എന്നാണ്. പ്ലേറ്റിലെ ഇമേജ് ഏരിയ ഓലിയോഫിലിക് ആയതുകൊണ്ട് എണ്ണയെ ആകർഷിക്കുന്നു. പ്രിൻറ്റിംഗ് മഷിയിൽ എണ്ണയുടെ അംശം ഉള്ളതിനാൽ മഷി പ്ലേറ്റിൻ്റെ ഇമേജ് ഏരിയയിലേക്ക് വരുന്നു. ഓളിയോഫിലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഓയിൽ അട്രാക്റ്റിംഗ് എന്നാണ്. പ്ലേറ്റിലെ നോൺ ഇമേജ് ഏരിയ വെള്ളത്തെ ആകർഷിക്കുകയും എണ്ണയെ വികർഷിക്കുകയും ചെയ്യുന്നു. വെള്ളത്തെ ആകർഷിക്കുന്നത് അത് ഹൈഡ്രോഫിലിക് സ്വഭാവമായി അറിയപ്പെടുന്നു. ഡാമിനി സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ജലം നോൺ ഇമേജ് ഏരിയയിലേക്ക് വരുന്നത് കൊണ്ട് നോൺ ഇമേജ് ഏരിയയിൽ മഷി പിടിക്കുന്നില്ല. നോൺ ഇമേജ് ഏരിയ വെള്ളത്തെ ആകർഷിക്കുകയും എണ്ണയെ വികർഷിക്കുകയും ചെയ്യുന്നു. വെള്ളത്തെ ആകർഷിക്കുന്നതുകൊണ്ട് അത് ഹൈഡ്രോഫിലിക് എന്നറിയപ്പെടുന്നു. ഡാമിനി സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന ജലം നോൺ ഇമേജ് ഏരിയയിലേക്ക് വരുന്നത് കൊണ്ട് നോൺ ഇമേജ് ഏരിയയിൽ മഷി പിടിക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നു. പ്രോസസ് കളർ പ്രിൻറ്റിംഗ്. മൾട്ടി കളർ പ്രിൻറ്റിങ്ങിൽ 4 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. സയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇവ CMYK എന്നറിയപ്പെടുന്നു. പ്രോസസ് കളേഴ്സ് അഥവാ പിഗ്മെൻ്ററി പ്രൈമറീസ് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ഈ 4 നിറങ്ങളാണ് സാധാരണ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. വെബ് ഓഫ്സെറ്റ് ആൻഡ് ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ്. ഒരു റോൾ ഓഫ് പേപ്പറിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നതിന് വെബ് ഓഫ്സെറ്റ് എന്ന് പറയപ്പെടുന്നു. അടുത്തത് ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ്. ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റിൽ ഒരു സിംഗിൾ ഷീറ്റാണ് ഒരു സമയത്ത് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഓഫ്സെറ്റ് പ്രസ്സിൻ്റെ 4 യൂണിറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ഫീഡർ യൂണിറ്റ്, രണ്ടാമത്തത് രജിസ്ട്രേഷൻ യൂണിറ്റ്, മൂന്നാമത്തത് പ്രിൻറ്റിംഗ് യൂണിറ്റ്, നാലാമത്തത് ഡെലിവറി യൂണിറ്റ്. ഇതിൽ ഫീഡിംഗ് യൂണിറ്റ് ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. അച്ചടിക്കാനുള്ള പേപ്പറിനെ പ്രസ്സിലേക്ക് കടത്തിവിടുന്നത് ഫീഡിംഗ് യൂണിറ്റ് ആണ്. ദ ഫീഡിംഗ് സിസ്റ്റം ഇസ് എ മെക്കാനിസം ദാറ്റ് സെൻസ് ദ സബ്സ്ട്രേറ്റ് ഇൻ ടു ദ പ്രസ്. അച്ചടിക്കാനുള്ള പേപ്പറിനെ പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത് ഫീഡിംഗ് സിസ്റ്റമാണ്. The feeder unit of a sheet fed offset must separate the sharp sheet of paper from the infeed pile, pick it up and deliver it to the registration unit. അച്ചടിക്കാനുള്ള പേപ്പറിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഷീറ്റിനെ പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് കടത്തിവിടാനും ഫീഡിംഗ് യൂണിറ്റ് സഹായിക്കുന്നു. ഒരു പ്രിൻറ്റിംഗ് മെഷീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫീഡിംഗ് യൂണിറ്റ്. ഫീഡിംഗ് യൂണിറ്റ് പ്രോപ്പറായി സെറ്റ് ചെയ്യുന്നത് മെഷീനിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വളരെയധികം സഹായിക്കുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള ഫീഡിംഗ് സിസ്റ്റമാണ് കാണപ്പെടുന്നത്. സക്സസീവ് ഓർ സിംഗിൾ ഷീറ്റ് ഫീഡിംഗ് സിസ്റ്റം. രണ്ടാമത്തത് കണ്ടിന്യൂസ് ഓർ സ്ട്രീം ഫീഡിംഗ് സിസ്റ്റം. Successive or single sheet feeding system. In this system, the feeder unit picks up one sheet each time the printing unit prints one sheet. ഇതിൽ അച്ചടിക്കുന്ന സമയത്ത് ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഷീറ്റ് കടത്തിവിടുന്നുള്ളൂ. അടുത്തത് കണ്ടിന്യൂസ് ഓർ സ്ട്രീം ഫീഡിംഗ് സിസ്റ്റം. In stream feeder, the stream overlaps on the registration board. രജിസ്ട്രേഷൻ ബോർഡിൽ പേപ്പറിനെ ഒന്നിനു മുകളിൽ ഒന്നായി ഓവർലാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് കുറച്ചുകൂടി കൃത്യതയോടെ പ്രവർത്തിക്കുന്ന രീതിയാണ്. അടുത്തതായി ഫീഡിംഗ് യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്സ് ഓഫ് ഫീഡിംഗ് യൂണിറ്റ്. ഒന്നാമത്തെ ഭാഗം പയൽ ബോർഡ്. ഇതൊരു പ്ലാറ്റ്ഫോം പോലുള്ള ഭാഗമാണ്. സാധാരണ നമ്മുടെ സ്കൂളിൽ കാണുന്ന HMD മെഷീനിൽ ഇത് കാണാം. It is a platform in the feeder of a sheet fed press on which the pile of paper is loaded. ഇതിൽ പേപ്പർ പയലായിട്ട് അടക്കി വെച്ചിരിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ഭാഗം പയൽ ഹൈറ്റ് ഗവർണർ. This device is used to control the speed of elevation of the pile table. പ്രിൻറ്റിങ്ങിനുള്ള പേപ്പർ കടത്തിവിടുന്നതിനനുസരിച്ച് പയൽ ഹൈറ്റ് കുറയുന്നു. സക്കേഴ്സ് പേപ്പർ എടുക്കുന്നതിന് ശേഷം പയൽ ഹൈറ്റ്
സക്കേഴ്സാണ് പേപ്പറിനെ ഓരോന്നായി കടത്തിവിടുന്നത്. സക്കർ പേപ്പർ എടുത്തതിന് ശേഷം പൈൽ ഹൈറ്റ് ഉയർന്നു വരുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് പൈൽ ഹൈറ്റ് ഗവർണർ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മൂന്നാമത്തെ ഭാഗം, സക്കർ അഥവാ റബ്ബർ ബേസ്ഡ് ഫുട്ട്. The function of the sucker foot is to pick up individual sheets and place them into the registration unit. സക്കർ ഫുട്ടിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഓരോ ഷീറ്റിനെ ഇൻഡിവിജ്വലായിട്ട് പിക്ക് ചെയ്ത് അതിനെ രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സക്കർ പ്രധാനമായി രണ്ട് തരമുണ്ട്. ചില മെഷീനുകളിൽ ഒരു ജോലി രണ്ടും ഒരേ സക്കർ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ചില മെഷീനുകളിൽ ലിഫ്റ്റിംഗ് സക്കേഴ്സും ഫോർവേഡിംഗ് സക്കേഴ്സും ഉണ്ട്. ലിഫ്റ്റിംഗ് സക്കേഴ്സ് പേപ്പറിനെ ഉയർത്തിയതിനു ശേഷം ഫോർവേഡിംഗ് സക്കേഴ്സാണ് പേപ്പറിനെ പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അടുത്തത് ഷീറ്റ് സെപ്പറേറ്റർ ഫിംഗേഴ്സ്. They are springy steel fingers extending over the lead edge of the pile of paper in the feeder. എയർ ബ്ലോവറിൻ്റെ സഹായത്തോടു കൂടിയാണ് സക്കേഴ്സ് പേപ്പർ ഉയർത്തുന്നത്. ഇതിന്മേലൊരു കൺട്രോൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷീറ്റ് സെപ്പറേറ്റർ ഫിംഗേഴ്സ് സഹായിക്കുന്നു. അടുത്ത പാർട്ടാണ് ഷീറ്റ് സെപ്പറേഷൻ ബ്ലോവേഴ്സ്. They are air producing blowers that separates the topmost sheet from the rest of the pile in the feeding system. An air blast is used to separate the topmost sheet from the rest of the pile. ശക്തമായ എയർ ബ്ലാസ്റ്റ് കടത്തിവിട്ടാണ് പേപ്പർ ഉയർത്തുന്നത്. എയർ ബ്ലോ ചെയ്യുന്ന സമയത്ത് പേപ്പർ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏറ്റവും മുകളിലത്തെ പേപ്പർ സക്കേഴ്സ് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് രജിസ്ട്രേഷൻ യൂണിറ്റ്. കൺട്രോൾസ് ആൻഡ് ഡയറക്ട്സ് ദ ഷീറ്റ്സ് ആറ്റ് ഇറ്റ്സ് സെൻറ്റേഴ്സ് ദ പ്രിൻറ്റിംഗ് യൂണിറ്റ്. പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് ഒരു പേപ്പർ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുകയാണ് രജിസ്ട്രേഷൻ യൂണിറ്റിൻ്റെ ധർമ്മം. ഷീറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമേജ് വരുന്ന പൊസിഷൻ കറക്റ്റ് ആക്കുകയാണ് രജിസ്ട്രേഷൻ യൂണിറ്റ് ചെയ്യുന്നത്. പാർട്സ് ഓഫ് രജിസ്ട്രേഷൻ യൂണിറ്റ്: ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ, രജിസ്ട്രേഷൻ ബോർഡ്, ഫ്രണ്ട് ലേ, സൈഡ് ലേ, കൺവെയർ ടേപ്പ്, റണ്ണിംഗ് വീൽസ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു കൺട്രോൾ ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് എ കൺട്രോൾ ഡിവൈസ് ദാറ്റ് പ്രിവെൻറ്റ്സ് മോർ ദാൻ വൺ പേപ്പർ ഫ്രം എൻ്ററിങ് ദ പ്രസ്. അതായത് ഒന്നിലധികം പേപ്പറുകൾ എൻ്റർ ചെയ്യുന്നതിന് തടയുന്ന ഒരു കൺട്രോൾ ഡിവൈസാണിത്. ഷീറ്റ് ഡിറ്റക്ടർ സെൻസ് ദ പേപ്പർ തിക്നെസ്. ഒന്നിലധികം ഷീറ്റുകൾ വരുമ്പോൾ അത് സെൻസ് ചെയ്ത് പേപ്പർ തിക്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും തൽഫലമായി ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഷീറ്റ്സ് വരുമ്പോൾ അത് മനസ്സിലാക്കി പ്രിൻറ്റിംഗ് ഓട്ടോമാറ്റിക്കൽ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് രജിസ്ട്രേഷൻ ബോർഡാണ്. It is a platform that accepts a sheet from the feeder unit and register to print. രജിസ്ട്രേഷൻ ബോർഡ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി പേപ്പർ ഒരേ രീതിയിൽ കടന്നു പോകുന്നു. പേപ്പറിൻ്റെ ഇമേജ് ഏരിയ കറക്റ്റായി വരുന്ന രീതിയിൽ ലെവലാക്കി കടന്നു പോകാൻ വേണ്ടിയാണ് രജിസ്ട്രേഷൻ ബോർഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ഭാഗം ഫ്രണ്ട് ലേ ആണ്. ഇറ്റ് ഈസ് എ മെറ്റൽ ടാബ് ഓർ പ്ലേറ്റ് അറ്റാച്ച്ഡ് ടു ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ഫീഡ് ബോർഡ് ദാറ്റ് സ്റ്റോപ്സ് ദ ഷീറ്റ്സ് ഓഫ് പേപ്പർ ഇൻ ടു പൊസിഷൻ. ഫീഡ് ബോർഡ് ടേബിളിൻ്റെ മുൻവശത്തായി പേപ്പർ വന്ന് സ്റ്റോപ്പായി പേപ്പർ പൊസിഷൻ ചെയ്യപ്പെടുന്നതിനാണ് ഫ്രണ്ട് ലേ സഹായിക്കുന്നത്. ആ സമയത്തിന് സൈഡ് ലേ പൊസിഷൻ ചെയ്യാനായിട്ട് സഹായിക്കപ്പെടുന്നു. സൈഡ് ലേസ് രണ്ട് തരമുണ്ട്, പുഷ് ടൈപ്പ് ആൻഡ് പുൾ ടൈപ്സ്. സൈഡ് ലേ ഈസ് എ ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ ഫീഡ് ബോർഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ലാറ്ററൽ പൊസിഷനിങ് ഓഫ് പേപ്പർ. സൈഡ് ലേസ് ആർ ഓഫ് ടു ടൈപ്സ്, പുഷ് ആൻഡ് പുൾ ടൈപ്സ്. അടുത്ത ഭാഗം കൺവെയർ ബെൽസ് ആണ്. കൺവെയർ ബെൽസ് ആർ എൻലെസ് ബെൽസ് വിച്ച് ക്യാരി ദ പേപ്പർ ടു ദ ഫ്രണ്ട് ലേ. ഇതൊരു എൻലെസ് ബെൽറ്റാണ്. പേപ്പറിനെ ക്യാരി ചെയ്ത് ഫ്രണ്ട് ലേയിൽ ഹെഡ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി നിർത്തുന്നു. അടുത്തത് റണ്ണിംഗ് വീൽസ്. പിക്ഡ് അപ്പ് ബൈ ദ സക്കേഴ്സ് ആർ ഫോർവേഡഡ് ടു ദി രജിസ്ട്രേഷൻ യൂണിറ്റ് ബൈ ദ റണ്ണിംഗ് ഇൻ വീൽസ്. കൺവെയർ ബെൽറ്റിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ചെറിയ വീൽസാണ് ഇവ. ഇവയാണ് റണ്ണിംഗ് വീൽസ് എന്നറിയപ്പെടുന്നത്. പേപ്പറിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സുഗമമായി കടന്നു പോകുന്നതിന് ഇവ സഹായിക്കുന്നു. സക്കേഴ്സ് ലിഫ്റ്റ് ചെയ്ത പേപ്പർ രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് റണ്ണിംഗ് വീൽസിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത ടോപ്പിക് പ്രസ് രജിസ്റ്റർ മെത്തേഡ്സ്. രജിസ്ട്രേഷൻ ടേബിൾ ക്യാരീസ് ഈച്ച് ഷീറ്റ് യൂസിംഗ് ദ കൺവെയർ ബെൽറ്റ്സ് ടു ദ ഫ്രണ്ട് സ്റ്റോപ്പ് വെയർ പേപ്പർ ഈസ് അലൈൻഡ് സ്ക്വയർ വിത്ത് ദ പ്രിൻറ്റിംഗ് സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈഡ് ലേ റെഡി ടു ബി ക്യാപ്ചേർഡ് ബൈ ദ ഗ്രിപ്പേഴ്സ് ഓഫ് ദ ഇംപ്രഷൻ സിലിണ്ടർ. രജിസ്ട്രേഷൻ ടേബിളിലേക്ക് കൺവെയർ ബെൽറ്റിൻ്റെ കൂടി വരുന്ന പേപ്പറെ ഫ്രണ്ട് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ആ പേപ്പറിൻ്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ആക്കുക എന്ന പ്രക്രിയയാണ് ഇവിടെ പ്രസ് രജിസ്ട്രേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് ആക്കുന്ന പേപ്പറുകളെ ഇംപ്രഷൻ സിലിണ്ടറിലെ ഗ്രിപ്പേഴ്സ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ മെത്തേഡ്സ് 3 തരമുണ്ട്. ഒന്നാമത്തെ 3 പോയിൻറ്റ് സിസ്റ്റം, രണ്ടാമത്തെ സ്വിംഗ് ഫീഡ് സിസ്റ്റം ആൻഡ് ദ ലാസ്റ്റ് വൺ ഫീഡ് റോൾ സിസ്റ്റം.
ആദ്യത്തേത് 3-point guide system. In the 3-point guide system, the sheet is forwarded to the front guides, which may be 2 or 4 in number. While the sheet is held against the front guides, a side guide mechanism pushes or pulls the sheet into proper side alignment. പ്രിൻ്റ് ചെയ്യേണ്ട പേപ്പറിനെ രണ്ടോ അതിലധികമോ ഗൈഡുകളുടെ സഹായത്തോടെ ഗൈഡ് ചെയ്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് എടുക്കുന്നു. ഫ്രണ്ട് ഗൈഡുകൾ 2 മുതൽ 4 വരെ എണ്ണം കാണപ്പെടുന്നു. അതിനുശേഷം സൈഡ് ഗൈഡുകളുടെ സഹായത്തോടെ പുഷ് ചെയ്തോ പുള്ള് ചെയ്തോ പേപ്പറിനെ പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെൻറ്റിലേക്ക് വരുത്തുന്നു. സ്വിംഗ് ഫീഡ് സിസ്റ്റം. ഇൻ ദിസ് സിസ്റ്റം the sheet is moved forward down the feed board and go to rest against front guides. The side guides then aligns the sheet. After being properly guided, the sheet is picked up by the set of grippers usually mounted over the feed board. സിങ്ക് ഫീഡ് സിസ്റ്റത്തിൽ മൂവ് ചെയ്തു വരുന്ന പേപ്പർ ഫ്രണ്ട് ഗൈഡ്സ് വന്ന് കറക്റ്റാക്കി നിർത്തുന്നു. സൈഡ് ഗൈഡ്സ് സൈഡ് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അത് കഴിഞ്ഞ് ഷീറ്റിനെ ക്യാരി ഇങ്ങനെ അലൈൻ ചെയ്ത പേപ്പർ സിങ്ക് ഗ്രിപ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇംബ്രഡ് സിലിണ്ടർ ഗ്രിപ്പേഴ്സിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ സിങ്ക് ഗ്രിപ്പേഴ്സ് 90 ഡിഗ്രി മൂവ് ചെയ്തിട്ടാണ് പേപ്പറിനെ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഇത് സിങ്ക് ഫീഡ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഫീഡ് റോൾ സിസ്റ്റം. In this system, the sheet is moved down the feed board, positioned against stops and side guides. ഹെഡ് സ്റ്റോപ്പിൽ വന്ന് സ്റ്റോപ്പായി നിൽക്കുന്ന പേപ്പറിനെ ഇംബ്രഡ് സിലിണ്ടറിലേക്ക് കടത്തിവിടാൻ അപ്പർ ആൻഡ് ലോവർ ഫീഡ് റോൾസ് സഹായിക്കുന്നു. ഇനി നമുക്ക് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കാണാം. Offset lithographic printing. It is more than just operating a machine. You need to study the entire process, its structure, its properties, and to understand the interaction between the water, ink, and paper. The design of the image and text is laser etched and transferred onto multiple sheets of aluminium called the press plate. One press plate is mounted to a cylinder in each printing unit. This machine has 6 printing units. Each unit prints one colour. Colour printing typically uses ink of 4 colours: cyan, magenta, yellow and black. The colour model CMYK. For this job, we will be using 4 of the printing units. The stack of paper is lifted into position. A sheet separation unit separates the paper with jets of air or a vacuum to ensure that only one sheet is sent through the press at any one time. As the press plate rotates, its first point of contact is the dampening unit. This has a mixture of water and other chemicals. This dampens the non-image area of the press plate. The press plate then passes the inking unit. Starting from the ink fountain, the ink will pass through multiple rollers called a roller train, which then sticks to the image area of the press plate. It is then passed to the blanket cylinder, which squeezes the water and the inked image area is picked up. It is then passed to the final cylinder called the impression cylinder. The paper runs between the impression cylinder and the blanket cylinder, pressing the image onto the paper. The paper will then run through the transfer drums. Each cylinder is equipped with grippers that pick up the paper from the previous cylinder and transfer it to the next. Once the prints have passed through each unit, they will then be dried with hot and cool air and placed on the delivery pile. And that is the process of offset lithographic printing. ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങൾ തുടർന്ന് കൊടുക്കുന്നു.